നമ്മൾ ഇരിക്കുന്നത് ലെവൽ ക്രോസിന്റെ വിശേഷങ്ങളുമായിട്ടാണ് അല്ലേ? നമ്മുടെ പുറകില് പോസ്റ്റർ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് നാളിന് ശേഷം അമലയുടെ വീണ്ടും ശക്തമായ ഒരു കഥാപാത്രം. എന്താണ് ലെവൽ ക്രോസ്? ലെവൽ ക്രോസ് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയാം. ഈ 3 ക്യാരക്ടേഴ്സിൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലൂടെ നമ്മൾ ഓഡിയൻസിനെ കൊണ്ടുപോകുന്ന ഒരു ഫിലിമാണ്. ഒരു സ്ലോ ബേണറാണ്. ലൈക്ക് ഭയങ്കര ഒരു തുടക്കത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ടേക്ക് ഓഫ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പടമായിട്ട് നമ്മൾ കാണരുത്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പം ഈ ക്യാരക്ടേഴ്സും ആ മരുഭൂമിയും എല്ലാം ആ ലൊക്കേഷനും എന്താണ് കഥ അതെല്ലാം നമ്മളെ ഹുക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്തായാലും ഒരു എക്സ്പെരിമെൻ്റൽ പടമാണ്. ലെറ്റ്സ് സീ, ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. അമലയുടെ ഇപ്പോൾ കഥാപാത്രങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ലെവൽ ക്രോസ് എന്തുകൊണ്ട്? അത് തന്നെ ആ സ്റ്റോറിയുടെ ഒരു വ്യത്യസ്തത. പിന്നെ ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്യാത്ത പോലത്തെ ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ സ്ക്രീൻ പ്ലേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ആസ് എൻ ആക്ടർ നമ്മൾ ഒരു ആസിഫും ഷറഫും അവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡ്രാമയാണ് ഫുൾ. അപ്പോൾ ഈ പെർഫോമൻസിലൂടെ ബിൽഡ് ആവുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണിത്. പിന്നെ അതിലുള്ള ബാക്കി എലമെൻറ്റ്സ്. അപ്പം അർഫാസ് അലി കഥ പറഞ്ഞപ്പം എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ കഥയും പിന്നെ ത്രില്ലർ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഒരുപാട് ത്രില്ലർ ഫിലിമിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇനി ത്രില്ലറിന് ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്ന സമയത്താണ് ഈ പ്രോജക്റ്റ് വന്നത്. ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ത്രില്ലർ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ അതിലൊരു സസ്പെൻസ് ഫാക്ടർ ഉണ്ട്. അപ്പോൾ എനിക്കത് പുതിയൊരു അറ്റംപ്റ്റ് ആയിട്ട് തോന്നി. പെർഫോം ചെയ്യുമ്പോഴും പുതിയ ഒരുപാട് കാര്യങ്ങളുണ്ട് പെർഫോം ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ചെയ്തതാണ്. ഇപ്പോൾ ജീത്തു ജോസഫ് പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജീത്തു ചേട്ടൻ്റെ അല്ലേ സിനിമകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റിനെ കുറിച്ചൊക്കെ. അപ്പം ഞാൻ അർഫാസ് പറഞ്ഞു കേട്ടിരുന്നു ജീത്തു ജോസഫ് ആണ് അമലെ അല്ലേ അമലയോട് കഥ പറയുന്നത്. അപ്പം എന്തായിരിക്കും ഇപ്പൊ പറഞ്ഞല്ലോ അമല. അപ്പം പ്രത്യേകിച്ച് അർഫാസിന്റെ ആദ്യത്തെ പടമാണ് അങ്ങനെയുള്ള, കാരണം അമല ഇത്രയും സിനിമകൾ അഭിനയിക്കുന്നു. ഏതൊരു ഭാഗത്തൊരു ത്രെഡ് ആയിരിക്കും അമലയിൽ ലെവൽ ക്രോസിലേക്ക് ഞാൻ എൻട്രി ചെയ്യുകയാണെങ്കിൽ? എൻ്റെ ക്യാരക്ടർ തന്നെയാണ്, ടു ബി ഓണസ്റ്റ്. എനിക്ക് എൻ്റെ ക്യാരക്ടറൈസേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ ഇറ്റ്സ് അതിൻ്റെ ക്യാരക്ടറിൻ്റെ ലുക്കാണെങ്കിലും നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ആ ക്യാരക്ടറിൻ്റെ ഒരു എന്താ പറയുക ഒരു ലിറ്റിൽ ഞാൻ പറഞ്ഞില്ല ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഈ ഒരു ഡെസേർട്ട് ലാൻഡിൽ എത്തിപ്പെടുന്നു, പിന്നെ ഈ രഘു എന്ന് പറയുന്ന ആസിഫിൻ്റെ ക്യാരക്ടറിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നു, പിന്നെ അവിടെ നിന്ന് എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ളത്, പിന്നെ സ്ലോലി ആളുടെ ഒരു ലൈഫിലേക്ക് നമ്മൾ എത്തിപ്പെടും. അപ്പോൾ എനിക്ക് കുറേ വേരിയേഷൻ ഉണ്ടെന്ന് തോന്നി പെർഫോം ചെയ്യാനായിട്ട്. ഒരു ക്യാരക്ടറിൽ തന്നെ 2-3 വേരിയേഷൻ, 2-3 ഡിഫറെൻറ്റ് പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത്. ഒരു പാട്ടാണ് റിലീസ് ആയിരിക്കുന്നത്. വിശാൽ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, സീതാറാം പോലെ അത്രയും മനോഹരമായ പാട്ടുകൾ. ഇറങ്ങിയ പാട്ടും ഭയങ്കര രസമാണ്. എനിക്കൊന്ന് കുറച്ചൊരു കാലത്തിന് ശേഷമാണ് അമലേനെ ഒരു പ്രണയ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്ന. കാരണം ഇപ്പൊ നമ്മൾ നേരത്തെ അമല തന്നെ പറഞ്ഞു ത്രില്ലർ ജോണറിലാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന്റെ തുടക്കത്തിൽ ഒരു പ്രണയം അല്ലേ? അതെ. ഞാൻ കുറെ നാൾ കഴിഞ്ഞാണ് എന്നെ ആ ലവ് സോങ്ങിലൊക്കെ കണ്ടത്. ഐ എം ലവിങ് ഇറ്റ്. കാരണം ആടുജീവിതത്തിലും ആ സോങ് ഒരു റൊമാൻറ്റിക് സോങ് ആണല്ലോ. ആഫ്റ്റർ ദാറ്റ് ഇറ്റ്സ് പിന്നെയും എന്നെ ആ ഒരു സോങ് ഇസ് ഓൾസോ വെരി സ്വീറ്റ്. നല്ല രസമുള്ള സോങ്. അമലിനെ കാണുമ്പോൾ എനിക്ക് തോന്നും മറ്റേ ഫഹദിന്റെ കൂടെ ഒരു ഇന്ത്യൻ പ്രണയ കഥ എനിക്കും തോന്നി. ആ ഒരു സ്വീറ്റ്നെസ്സും ആ ഒരു അതാണ് ഇങ്ങനത്തെ ക്യാരക്ടർ ഇട്ടിട്ട് അതേപോലെ. അതെ ആ ചിരിയിലുള്ള ഒരു ഇന്നസെൻസ് അതാണ് ഇങ്ങനത്തെ ക്യാരക്ടർ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു സൈഡ് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുറേ നാൾ കഴിഞ്ഞ ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ലവ് സോങ് ചെയ്തപ്പോൾ ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഐ എം എ ലവർ അറ്റ് ഹാർട്ട്. പക്ഷേ കുറച്ച് ഡാർക്ക് ത്രില്ലറിലൂടെ കുറച്ച് നാൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം നൗ ഐ എം ബാക്ക്.